റസൽമേനിയ 42 ആദ്യം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത് റോമൻ റെയിൻസ് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള സീരീസിലെ ഏറ്റവും അവസാനത്തെ മാച്ചായിരുന്നു. അതെ, മൂന്നാമത്തെ മാച്ച്. എന്നാൽ അപ്രതീക്ഷിതമായി ഡ്രൂ മെക്കിന്റയർ വിജയിക്കണമെന്നുള്ള തീരുമാനം ഡബ്ല്യുഡബ്ല്യുഇ എടുത്തതോടെ റസൽമേനിയയിലെ ഇവരുടെ മാച്ചിന് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വീണ്ടും ഡബ്ല്യുഡബ്ല്യുഇ ആ ഒരു പ്ലാനിലേക്ക് വന്നു എന്നാണ്. റോമൻ റെയിൻസ് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള തേർഡ് മാച്ച്, അതും ഡബ്ല്യുഡബ്ല്യുഇ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി. ഇപ്പോൾ മെക്കിന്റയറിന്റെ കയ്യിലല്ല ചാമ്പ്യൻഷിപ്പ്, അപ്പോൾ എങ്ങനെ വീണ്ടും ഇവരുടെ കയ്യിലേക്ക് എത്തും? അപ്പോഴാണ് നമ്മൾ ഞെട്ടിക്കുന്ന ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. റസൽമേനിയ 42 മുൻപേ തന്നെ ഡ്രൂ മെക്കിന്റയറിന്റെ കയ്യിൽ നിന്നും റോമൻ റെയിൻസ് ഡബ്ല്യുഡബ്ല്യുഇ ചാമ്പ്യൻഷിപ്പ് നേടിയെടുക്കുമെന്നുള്ളതും അങ്ങനെ റോമൻ റസൽമേനിയ 42 കോഡി റോഡ്സിനെ എതിരിടാൻ വേണ്ടിയിട്ട് എത്തുമെന്നുള്ളതും ആ ഒരു മാച്ചിൽ വീണ്ടും കോഡി വിജയിച്ചുകൊണ്ട് വില്ലനായി മാറുമെന്നുള്ളതുമാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴൊന്നും തന്നെ മെക്കിന്റയറിന്റെ കയ്യിൽ നിന്നും ആ ഒരു ചാമ്പ്യൻഷിപ്പ് കൊണ്ടുപോകരുത് എന്നാണ്. മെക്കിന്റയർ ചാമ്പ്യൻ ആയതോടെ ഡബ്ല്യുഡബ്ല്യുഇ ഫാൻസിന് ഒരുപാട് പ്രതീക്ഷകൾ വന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഇതുപോലെ അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് ചാമ്പ്യൻഷിപ്പ് എത്തണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. ഈ വന്ന അപ്ഡേറ്റിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? റസൽമേനിയ 40 മുമ്പ് കോഡി ക്രൈ ബേബീസ് വന്നതുപോലെ മെക്കിന്റയറിന് വേണ്ടി ക്രൈ ബേബീസ് ഈ റസൽമേനിയയ്ക്ക് വരുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.